അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എന്തൊക്കെ മക്കളെ, വർത്തമാനങ്ങളൊക്കെ റാഹത്തല്ലേ എല്ലാവർക്കും? കഴിഞ്ഞ തസ്കിയയിൽ കിബർ, അഹങ്കാരം, കുഫ്രിയത്തിലേക്കുള്ള പാതയാണെന്നൊക്കെയുള്ള പാഠത്തിൽ അവസാനത്തെ പാരഗ്രാഫാണ് നമ്മൾ പറഞ്ഞതില്ലേ. എൻ്റെ മുമ്പത്തെ ഒരു പാരഗ്രാഫ് എടുക്കാണ്ടായിരുന്നു. അപ്പം അത് നമുക്ക് എന്ത് ചെയ്യാം നോക്കല്ലേ. അപ്പോൾ ആ പാരഗ്രാഫ്, നടുവിലുള്ള പാരഗ്രാഫ് കിബിറു സഫീറുൽ കുഫ്രിലെ രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് നമുക്ക് പോകാം. കിബറിനെ കുറിച്ച്, അഹങ്കാരത്തെക്കുറിച്ചായിരുന്നു ആ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് അല്ലേ. ഫസജദൽ മലായികത്തു കുല്ലുഹും അജ്മഊൻ ഇല്ലാ ഇബ്ലീസ് ഫഅബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. അതെ, മഹാനായ ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. ആദ്യ മനുഷ്യനായ, അമ്പിയാക്കളിൽ ആദ്യത്തെ നബിയായ ആദം നബി അലൈഹി സ്വലാമിനെ നല്ല രൂപത്തിൽ അള്ളാഹു സൃഷ്ടിച്ചെടുക്കുകയാണ്. അങ്ങനെ മലക്കുകൾക്കറിയാത്തതടക്കം ആദം നബി അലൈഹി സ്വലാമിനെ അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ആദം നബി അലൈഹി സ്വലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി മലക്കുകളോട് അള്ളാഹു കൽപ്പിച്ചു. അതായിരുന്നു ഫസ്റ്റ് പാരഗ്രാഫിലൂടെ നമ്മൾ പറഞ്ഞിരുന്നത്. അങ്ങനെ ഫസജദൽ മലായികത്തു കുല്ലുഹും അജ്മഊൻ, എല്ലാ മലക്കുകളും എന്ത് ചെയ്തു? ആദം നബി അലൈഹി സ്വലാമിന് മുമ്പിൽ സുജൂദ് ചെയ്തു. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം എന്ത് ചെയ്തു? എല്ലാവരും സുജൂദ് ചെയ്തു. ആരൊഴികെ? ഇല്ല ഇബ്ലീസ്, ഇബ്ലീസ് ഒഴികെ. ഇബ്ലീസ് മാറി നിന്നു. ഫഅബാ, അവൻ എന്ത് ചെയ്തു? മാറി നിന്നു, വലങ്ങു നിന്നു. വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ, അവൻ എന്ത് ചെയ്തു? അഹങ്കരിച്ചു. അങ്ങനെ അവൻ കാഫിരീങ്ങളിൽപ്പെട്ട ആളായി. അവൻ പറഞ്ഞു, അന ഖൈറും മിൻഹു ഖലഖതനി മിൻ നാർ, ഞാനാണ് ഖൈറുള്ള ആള്, ഉഷാറ് ഞാനാണല്ലോ. എന്താണ് കാരണം? ഖലഖതനി മിൻ നാർ, എന്നെ തീയിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണല്ലോ. വഖലഖതഹു മിൻ തീൻ, ആദമിനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നുമാണ്. എന്നെ സൃഷ്ടിച്ചത് തീയിൽ നിന്നും. അവരെ ആദമെന്ന ആ മനുഷ്യനെ സുജൂദ് ചെയ്യണമെന്ന് പറയപ്പെട്ട ആ മനുഷ്യനെ സൃഷ്ടിച്ചതോ അത് മണ്ണിൽ നിന്നുമാണ്. അതുകൊണ്ട് ഞാനാണല്ലോ ഖൈറുള്ളത് എന്നൊരു ചെറിയൊരു അഹങ്കാരത്തിൻ്റെ ചെറിയൊരു ശാഠ്യം അവൻ്റെ മനസ്സിലുണ്ടായത് കാരണം അള്ളാഹു അവനെ കാഫിരീങ്ങളിൽ പെടുത്തിപ്പോയി. ഫഅഖ്റജഹുല്ലാഹു മിൻ ജന്നത്തിഹി, അങ്ങനെ ജന്നത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് അവനെ അള്ളാഹു എന്ത് ചെയ്തു? പുറത്ത് ഇടിയിപ്പിച്ചു. വതറദഹു അൻ റഹ്മത്തിഹി, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് വിദൂരത്താക്കി. സ്വർഗത്തിൽ നിന്ന് ആട്ടിവിടുകയും അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് വിദൂരത്താക്കുകയും ചെയ്തു. വറജമഹു ബിലഅനതിഹി, അള്ളാഹുവിൻ്റെ ലഅനത്ത് കൊണ്ട് അവനെ മൂടുകയും ചെയ്തു. എറിഞ്ഞു പറഞ്ഞാൽ എന്ത് ചെയ്തു? അള്ളാഹു കൊണ്ട് അവന് ലഅനത്താണ് കൊടുത്തിട്ട് അവനാണ് ശപിച്ച് അള്ളാഹു എന്ത് ചെയ്തു? മൂടി. ഖാന ഇബ്ലീസു മിനൽ ജിന്നി, ഇബ്ലീസ് ആരായിരുന്നു? മിനൽ ജിന്നി, അവനിൽ ജിന്നിൽപ്പെട്ട ആളായിരുന്നു. ഫസ്വാറ ബിഇൽമിഹി വഅമലിഹി മിനൽ മുജ്തഹിരീൻ, അവൻ്റെ ഇൽമും അവൻ്റെ അമലും, അതായത് അവൻ്റെ അറിവും അവൻ്റെ പ്രവർത്തനങ്ങളും, അമൽ പറഞ്ഞാൽ എന്ത്? നല്ല പ്രവർത്തനങ്ങൾ, ഇബാദത്തുകൾ. അവൻ്റെ ഇൽമും അവൻ്റെ അമലുകളൊക്കെ മിനൽ മുജ്തഹിരീൻ, പ്രസിദ്ധമായിരുന്നു. അത്രയും പ്രസിദ്ധമായ ആളായിരുന്നു. നല്ല ഇൽമുള്ള, നല്ല അറിവുള്ള, നല്ല ഇബാദത്തുള്ള, നല്ല പ്രവർത്തനങ്ങൾ എപ്പോഴും അറിയപ്പെട്ടൊരു മനുഷ്യനാണ്. ഒരു അഹങ്കാരത്തിൻ്റെ പേരിൽ അള്ളാഹു അവൻ എന്ത് ചെയ്തു? നിലം പരിശാക്കിയത്. അള്ളാഹു ലഅനത്താക്കി എന്ന് പറഞ്ഞാൽ, സ്വർഗത്തിൽ നിന്ന് ആട്ടിവിട്ടു എന്ന് പറഞ്ഞാൽ, ആദം നബി അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ട് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള ഇത്രയും വലിയൊരു ലോകം, ആ വലിയൊരു
സാമ്രാജ്യത്തിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ, ആ മുസ്ലിമീങ്ങളൊക്കെ അവന് വേണ്ടി ശപിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ അവൻ്റെ പേര് കേട്ടാലും ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, അള്ളാഹുവിൻ്റെ ശാപം അവനിലുണ്ടാവട്ടെ എന്ന് ഓരോ മുഅ്മിനായ മനുഷ്യനും ഓരോ സെക്കൻഡുകളിലും ആയിരക്കണക്കിന് ലഅനത്തുകളാണ് ആ ഇബ്ലീസിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ കിട്ടാനുണ്ടായ കാരണമെന്താണ്? അള്ളാഹു കൽപ്പിച്ച, അള്ളാഹു ബഹുമാനിച്ച ഒരു വസ്തുവിനെ ബഹുമാനിച്ചില്ല, അള്ളാഹു ആദരിച്ചതിനെ ആദരിച്ചില്ല, അള്ളാഹു ഇന്ന ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അത് ചെയ്തില്ല. ചെറിയൊരു അഹങ്കാരം അവൻ്റെ മനസ്സിലുണ്ടായിപ്പോയി. ആ അഹങ്കാരം ഉണ്ടായാൽ അവൻ്റെ എല്ലാം അതോടുകൂടി നശിച്ചു പോകുന്നതാണെന്നതിന് വലിയൊരു തെളിവാണ്. മക്കളായി നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ സാമ്പത്തികമായിട്ടോ അതല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞില്ലേ, കിബർ വരാൻ, അഹങ്കാരം വരാനുള്ള ചില കാരണങ്ങൾ. ഒന്ന് ഇൽമാണ്, ഒന്ന് ഇബാദത്താണ്, ഒന്ന് സമ്പത്താണ്, ഒന്ന് തറവാടിത്തമാണ്. ഈ കാര്യങ്ങളെ കൊണ്ടൊക്കെ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഇതേപോലത്തെ കാര്യങ്ങളെ കൊണ്ടൊക്കെ അഹങ്കാരം വരും. അപ്പോൾ കുറച്ചെന്തെങ്കിലും നമുക്ക് പഠിക്കാൻ കഴിവുള്ളതുകൊണ്ട് അള്ളാഹു കുറച്ച് ഓർമ്മശക്തിയും പഠിക്കാനുള്ള കഴിവ് നമുക്ക് നൽകിയപ്പോഴത്തേനും നമ്മളെ അഹങ്കാരം എത്രയാണ്? ഭയങ്കര അഹങ്കാരം. അഹങ്കരിക്കരുത്. ഇൽമ കൂടുന്നതിനനുസരിച്ച്, അറിവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? താഴ്മ കാണിക്കണം, തവാദു കാണിക്കണം. എല്ലാവരോടും നല്ല മനസ്സ്, എല്ലാവരോടും നല്ല രൂപത്തിലുള്ള പെരുമാറ്റങ്ങൾ. ആരെയും മറ്റുള്ളവർക്ക് മുമ്പിൽ നമ്മൾ വലിയ ആളായി നമ്മൾ പ്രകടിപ്പിക്കാൻ പാടില്ല. അപ്പം ഇൽമ കൊണ്ട് നമുക്ക് അള്ളാഹുവിൻ്റെ പരീക്ഷണം വരും, അതല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ അഹങ്കാരം വരും. അതേപോലെ തന്നെ ഇബാദത്ത് കൊണ്ട് എന്തെങ്കിലും കുറച്ച് അധികം ചെയ്യുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും? ക്ലാസ്സിൽ അല്ലെങ്കിൽ കൂട്ടത്തിൽ, കുടുംബത്തിലൊക്കെ നമ്മൾ കുറച്ച് വലിയ ഉസാറാകും. അതൊന്നും പാടില്ല. അതേപോലെ തന്നെ സമ്പത്തിൻ്റെ വിഷയത്തിൽ, സമ്പത്ത് കുറച്ച് അള്ളാഹു നമുക്ക് ധാരാളം തന്നിട്ടുണ്ടെങ്കിൽ ആ സമ്പത്ത് കൊണ്ട് നമ്മൾ അഹങ്കരിക്കരുത്. പാവങ്ങളെ, കൂട്ടുകാരികളെ, മറ്റുള്ളവരെ വേറെ കണ്ണുകൊണ്ട് കണ്ട് അഹങ്കാരത്തിൻ്റെ പളവളപ്പിൻ്റെ പണം കൊണ്ടുള്ള പളവളപ്പ് കൊണ്ട് അഹങ്കരിക്കരുത്. അതേപോലെ തന്നെ തറവാടിത്തം കൊണ്ട് അഹങ്കരിക്കരുത്. ഇതുപോലുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ പാടില്ല. അങ്ങനെ കടന്നു വന്നാൽ അള്ളാഹുവിൻ്റെയും നമ്മളെ അള്ളാഹു ഒന്നുമല്ലാത്ത ഒരു വസ്തുവാക്കി അള്ളാഹു മാറ്റും. ഈ ഇബ്ലീസ് എന്നുള്ളത് മലക്കുകളിലെ അറിയപ്പെട്ട ആളായിരുന്നു. അവൻ്റെ ഇബാദത്തും അവൻ്റെ ഇൽമും എത്രയോ വലുതായിരുന്നു, അറിയപ്പെട്ട ആളായിരുന്നു. പക്ഷെ ആ അറിയപ്പെട്ട ആൾ ചെറിയൊരു ബഹുമാനിക്കേണ്ട ആളുകളെ ബഹുമാനിച്ചില്ല എന്നൊരു ചെറിയൊരു കാരണം അല്ലേ? ആ കാരണം കൊണ്ട് അള്ളാഹു എന്ത് ചെയ്തു? അവനങ്ങട്ട് പിടിച്ചങ്ങട്ട് നശിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ട് മക്കളെപ്പോഴും ചിന്തിക്കണം, നമുക്ക് ഏതെങ്കിലും നിലക്കുള്ള ഒരു അനുഗ്രഹം വന്നാൽ അൽഹംദുലില്ലാഹ്, അള്ളാഹു ആ ഹംദിലൂടെ നമ്മുടെ മനസ്സിലെപ്പോഴും പ്രാർത്ഥിക്കണം, പടച്ചോനെ അഹങ്കാരം തരരുത്, അഹങ്കാരത്തിൻ്റെ ഒരു പൊട്ട് തരരുത് പടച്ചോനെ എന്നുള്ള വലിയൊരു മനസ്സ് നമുക്കുണ്ടാവണം. ثم حمله كبره على غاية الكفر والعصيان. പിന്നെ അവൻ്റെ കിബ്ർ അവനെ എന്ത് ചെയ്തു? അവൻ അതുമായി അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ അലാ ഗായത്തുൽ കുഫ്രി, കുഫ്റിൻ്റെ അങ്ങേയറ്റത്തിലേക്ക് അവൻ എത്തിച്ചു. വൽ ഇസ്യാനിൻ്റെയും അങ്ങേയറ്റം. അത് കുഫർ, പിന്നെ നിഷേധം, കാഫിറായി പോകുന്ന, അതേപോലെ തന്നെ ദോഷം ചെയ്യുന്ന വളരെ വൃത്തികെട്ട ഒരു ആളായിട്ട് അള്ളാഹു എന്ത് ചെയ്തു? അവൻ്റെ കിബറും കൊണ്ട് നടക്കുന്ന അവനെന്ത് ചെയ്തു? അള്ളാഹു കുഫ്രിയത്തിൻ്റെയും അതേപോലെ തന്നെ വൃത്തികേടിൻ്റെയും അങ്ങേ തലയിൽ ഏറ്റവും മുൻപന്തിയിൽ എന്ത് ചെയ്തു? അവനെത്തിച്ചു. അത് കാഫിരിങ്ങളുടെ ഏറ്റവും വലിയ നേതാവാക്കി എത്തിച്ചു. ദോഷം ചെയ്യുന്ന ആളുകളുടെ ഏറ്റവും വലിയ കുഞ്ഞാപ്പാക്ക് എന്ത് ചെയ്തു? അള്ളാഹുവിനെ എത്തിച്ചു. ഹത്താ സ്വാറ റഈസ അഹ്ലിന്നാർ ഖാലിദൻ ഫിഹാ അബദാ. ഏതുവരെയാണ്? ഹത്താ സ്വാറ റഈസ അഹ്ലിന്നാർ, നരകത്തിൻ്റെ അഹ്ലുകാരുടെ നേതാവാണവൻ. റഈസാണ്, നേതാവാണ്. ഖാലിദൻ ഫിഹാ അബദാ, കാലാകാലം ആ നരകത്തിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന, ആ നരകത്തിൽ ശാശ്വതമായി കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന അഹ്ലുകാരുടെ, നരകാവകാശികളുടെ നേതാവായിട്ട്, ലീഡറായിട്ട്, റഈസായിട്ട് അള്ളാഹു അവനെ മാറ്റിവെച്ചു. അത്രയും വലിയൊരാൾക്ക് ഈ നിലക്കുള്ള ശിക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നുമല്ലാത്ത നമുക്ക് അള്ളാഹു
നൽകുന്ന ഒരു പരാജയമത്രമായിരിക്കും. അതുകൊണ്ട് നല്ല മനസ്സിൻ്റെ ഉടമകളായി നല്ലത് മാത്രം പ്രവർത്തിച്ച് നല്ലവരോടൊപ്പം കൂട്ടുകൂടി നല്ലതുമായി ചിന്തിച്ച് നല്ല കുട്ടിയായി ജീവിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മാനസിക രോഗങ്ങളായ കിബർ, ഹസദ് തുടങ്ങിയുള്ള ഇത്തരം അസുഖങ്ങൾ, മാറാരോഗങ്ങൾ അള്ളാഹുദിനെ തൊട്ടൊക്കെ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. എന്തൊരധികം നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇതൊക്കെ റബ്ബിൽ നിന്നാണെന്നല്ലോ എന്നുള്ള ചിന്ത മാത്രമേ നമുക്ക് ഉണ്ടാകാൻ പാടുള്ളൂ. അത്തരം ചിന്ത അള്ളാഹു നമുക്ക് തരട്ടെ. അഹങ്കാരത്തിൻ്റെ ഒരു പൊട്ട്, അസൂയയുടെ ഒരു ചില്ലി പോലും നമ്മുടെ മനസ്സിൽ അള്ളാഹു തരാതിരിക്കട്ടെ. എല്ലാവിധ അഹങ്കാരികളെ തൊട്ടും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കുക. അർത്ഥങ്ങളൊക്കെ പാടെ എഴുതി വിട്ടുതരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദുആ വസിയത്ത് ചെയ്യുന്നു.